ദി ഹാലലൂയ, ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് PR ബോസ് തോമസ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്നേഹിതന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷിക്തന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യിരെമ്യാ പ്രവചൻ്റെ പുസ്തകം അതിൻ്റെ 33-ാം വാക്യം, 33-ൻ്റെ 6-ാം വാക്യം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്കുത്തരം അരുളുകയും നീ അറിയാത്ത മഹത്വവും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനം കർത്താവേ, അനേകരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കണം. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് കർത്താവേ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. വചനമായി നിൽക്കുമ്പോൾ കർത്താവേ വചനത്തിന് വിരുദ്ധമായി പോകുന്ന എല്ലാ സാത്താനിക ശക്തികൾ മാറട്ടെ. അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. വചനത്തിന് വിധമായി പോകുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ വെളിപ്പെടുത്തി ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അത് ഗ്രഹിക്കുന്നവരായി, അത് അനുസരിക്കുന്നവരായി, അത് കേട്ടാൽ മാത്രമല്ല അത് പാലിക്കുന്നവരായി മാറിയാൽ മാത്രമേ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. സാദൃശ്യവാക്യം അതിൻ്റെ 7-1 അധ്യായം 1-2. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ ഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. 3, നിൻ്റെ വിരൽമേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ സമാധാനവും രോഗസൗഖ്യവും എല്ലാം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി, ദൈവവചനം വായിക്കുന്നവരായി, അത് ഗ്രഹിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാ പ്രവചനം അതിന് 33-ൻ്റെ 3-ാം വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വത്തെയും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പം നിന്നെ അറിയിക്കണമെങ്കിൽ നീ വചനം ധ്യാനിക്കുന്നവനായി മാറണം. നിൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. 2, നീ പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായി മാറണം. 3, നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തിയായി മാറണം. 4, നീ രക്ഷിക്കപ്പെട്ട് അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു കർത്താവിൻ്റെ ദാസനിൽ അത് ജലത്തിൽ മുങ്ങി സ്നാനമെടുത്ത വ്യക്തിയായി മാറണം. 5, നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായി മാറണം. യെശയ്യാ പ്രവചനം അതിൻ്റെ 40-5. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും.
യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത്. അതിൻ്റെ 3-4 വാക്യങ്ങൾ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായി ദുർഘടങ്ങൾ സമമായി തീരും. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോൾ ഒന്ന്, നിൻ്റെ ജീവിതത്തിൽ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ സത്യത്തിൻ്റെ സമൃദ്ധി നീ വെളിപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ, ആ സത്യം നിൻ്റെ ജീവിതത്തിൽ അറിയണമെങ്കിൽ, ഒന്ന്, നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറണം. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ സകല തഥ്യത്തിലും നിന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറണമെങ്കിൽ, ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ പ്രകാശിക്കുന്നവരായി മാറണമെങ്കിൽ, അനേകർക്ക് നിങ്ങൾ പ്രകാശം പകരുന്നവരായി മാറണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നീ ലോകത്തിന് വെളിച്ചമായി അനേകർക്ക് വെളിച്ചം പകരുന്നവനായി മാറുവാൻ സാധിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അപ്പം മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. നീ വെളിച്ചം പകർന്ന വ്യക്തിയാണോ? നീ പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ നിന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, നിന്നിലുള്ള പരിശുദ്ധാത്മാവ് അത് നിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനല്ല, പൊതു ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അനേകർക്ക് നീ വെളിച്ചം പകരുന്ന വ്യക്തിയായി നിനക്ക് മാറുവാൻ സാധിക്കും. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വത്തെയും അഗോചരമുള്ള കാര്യങ്ങളെയും ഞാൻ നിന്നെ അറിയിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ കർത്താവെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിൻ്റെ ഏത് ആവശ്യങ്ങളെ അവൻ നടത്തി തരുന്ന ദൈവമാണ്. അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കുന്ന വ്യക്തിയായി മാറണം. എന്നെങ്കിൽ മാത്രമേ സകല സത്യത്തിലും നിനക്ക് വഴി നടക്കുവാൻ, സകല സത്യത്തിലും നിന്നെ പുലർത്തുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 21-ാം വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം ജയിക്കണം? 1, പാപത്തെ ജയിക്കണം. 2, പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ജയിക്കണം. 3, നമുക്ക് ജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതിന് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. 4, നമ്മൾ ജയിക്കുവാൻ, നമുക്ക് പൂർണ്ണമായി ജയം പ്രാപിക്കുവാൻ കർത്താവിനെ, പിതാവിനെ, പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുങ്ങി ജലസ്നാനമെടുക്കണം. 5, നമ്മുടെ ജീവിതത്തിൽ അതേ പൂർണ്ണമായ പരിശുദ്ധാത്മാവ് നിറവും. 6, വിശുദ്ധ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ അനേകർക്ക് നമ്മൾ പ്രകാശം കൊടുക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അപ്പോൾ നമുക്ക് അത് ജയിക്കുന്നവന്, കർത്താവ് പറയുന്നു, ഞാൻ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. അപ്പം നമുക്ക് ജയിക്കണമെങ്കിൽ 1, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരണം. വെളിച്ചം പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായി അതേ ആ
ക്രിസ്തുവിനെ ധരിക്കുന്നവരായി, ആ പരിശുദ്ധാത്മാവ് ധരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നമുക്ക് ജയം പ്രാപിക്കുവാൻ, സകല പാപങ്ങളിൽ നിന്നും സകല സത്യത്തിലും വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ വിളിച്ച് വീക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അനേകർ ലോകത്തിന് വെളിച്ചമുള്ളവരായി, പ്രകാശമുള്ളവരായി മാറട്ടെ. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.